ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നു ഉപ്പ് വെച്ച് നല്ലൊരു അടിപൊളി ടിപ്സുകൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഉപ്പ് വെച്ച് തന്നെ നമ്മൾ എട്ടുകാലി, പല്ലി, പാറ്റ, പാമ്പിന് വരെ തുരുത്തി ഓടിക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ? നമ്മളെല്ലാവരും സവോളയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ചൊക്കെ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അതിനുവേണ്ടി ഞാനിപ്പോൾ സവോള എടുത്ത് ചെയ്തുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പുപൊടിയും കൂടെ ഒന്ന് ശരിക്കും ആക്കി കൊടുക്കണം. ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്, കട്ടാക്കി വേണ്ടത്. ഇങ്ങനെ വെച്ചിരുന്ന ആ ഫ്രഷ്നെസ്സോടുകൂടി ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ കുറേ ദിവസം ഇങ്ങനെ സവോള കട്ട് ചെയ്ത് വെച്ചാൽ പോലും ഇരുന്നോളൂ. നമ്മളെല്ലാവരും ഫാനൊക്കെ ഇട്ടല്ലേ നമ്മൾ കിടക്കണേ. അപ്പോൾ എത്ര നീറ്റായിട്ട് നമ്മളിട്ടാലും നമ്മൾ നോക്കുമ്പോൾ പൊടിയൊന്നും കാണത്തില്ല. എവിടെയെങ്കിലുമൊക്കെ റൂമിലുണ്ടെങ്കിൽ പൊടിയൊക്കെ പടർന്ന് അലർജി ഒക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇനി അത് പ്രശ്നം മാറി കിട്ടാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പാക്കി ആ റൂമിൽ എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ആ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമാണ്. ഇത് കല്ലുപ്പാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. കല്ലുപ്പ് ഒരു അണുനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചക്ക വെട്ടാൻ പലർക്കും മടിയാണ്, കയ്യിലൊക്കെ മുണിഞ്ഞും പറ്റുന്നുണ്ട്. ഇനി ഒട്ടും വിഷമിക്കേണ്ട, നമുക്കൊരു ടിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുവേണ്ടി 1 ടീസ്പൂൺ ഉപ്പുകല്ല് ഒരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെയൊക്കെ നമുക്ക് മണ്ണെണ്ണയൊക്കെ കിട്ടുമായിരുന്നു റേഷൻ കടയിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഈ ടിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഞാൻ ചക്കയൊക്കെ ഉപ്പും വെള്ളം കൂടെ മിക്സ് ചെയ്ത് തൂത്താണ് ഞാൻ വെട്ടിയെടുത്തത്. നമ്മുടെ കയ്യിൽ ഒട്ടും ഉണങ്ങിനൊന്നും പറ്റിയിട്ടില്ല. ചക്കയൊക്കെ നീറ്റായിട്ട് തന്നെ ഒരുക്കി വൃത്തി എടുത്തിട്ടുണ്ട്. വെട്ടി അരിവാളില്ലേ, ഇതിലും കൂടെ ഇത് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് ചൂടാക്കിയതിന് ശേഷം ഇതങ്ങ് വെച്ച് കൊടുത്തിട്ട് ഒരു തുണി ഉപയോഗിച്ച് തുടച്ച് കളഞ്ഞാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കി കൊടുത്താലും മതി. എന്നിട്ട് തുണി ഉപയോഗിച്ച് തുടച്ച് കളഞ്ഞാലും മതി. അങ്ങനെ ചെയ്താലും പോകും. ഇനി നമ്മൾ പുറത്തുനിന്നൊക്കെ വെജിറ്റബിൾസ് ആവട്ടെ ഫ്രൂട്ട്സും മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് വിഷാംശമൊക്കെ ഉണ്ടല്ലോ. അത് മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പുകല്ല് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം, വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം. ഇത് നമുക്ക് 3-4 വട്ടം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതവണ ഒരു അരിപ്പ പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് വെച്ചിരുന്ന വെള്ളമൊക്കെ മാറി കിട്ടിയതിന് ശേഷം കുറച്ചധികം ഉണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ കുറച്ചധികം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മേടിച്ച് വയ്ക്കൂലേ, അപ്പോൾ അത് പോകാറൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ കാറേവയൊക്കെ ഉണ്ടാകാറുണ്ട്. അത് മാറി കിട്ടാൻ വേണ്ടി നമ്മൾ എണ്ണയാട്ടി വയ്ക്കുന്ന സമയത്തായാലും അതുകൊണ്ട് ഇതേപോലെ പാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും കാറി പോകാതിരിക്കാൻ വേണ്ടി ഇത് ഒരു ഉപ്പുകല്ല് ഒരെണ്ണം മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ചധികം നാൾ കേടാവാതെ ഇരുന്നോളൂ. നമ്മൾ പരിപ്പോ പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കുറച്ചധികം നമ്മൾ സൂക്ഷിക്കില്ലേ, അത് കേടാവാതിരിക്കാൻ വേണ്ടി ഈ ടിപ്പ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ചധികം നാൾ ഇരുന്നോളൂ. ഇനി നമ്മൾ കുറച്ചധികം, ഇപ്പോൾ വേനൽക്കാലമല്ലേ, കുറച്ചധികം നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെ നമ്മൾ പൊടിപ്പിച്ച് വയ്ക്കുമല്ലോ, മല്ലിപ്പൊടിയൊക്കെ. അപ്പോൾ അത് കട്ട കൂടിയൊന്നും പോകാതെ പൂപ്പിലൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ടിപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. നമ്മൾ കറക്കി എടുക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നേരിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പിഴിയാക്കി നമുക്ക് ഇങ്ങനെ വെച്ചിരുന്നാലും മതി. കുറച്ചധികം പൊടിപ്പിക്കുമ്പോൾ കേടാവാതിരുന്നു. തേങ്ങാമുറിയൊക്കെ നമ്മൾ പെട്ടെന്ന് കേടാവും. തേങ്ങയൊക്കെ അത് കേടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഉപ്പ് ജസ്റ്റ് ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പെട്ടെന്ന് കേടാവാതിരുന്നോളും. കുറേ ദിവസം ഇങ്ങനെ ഇരുന്നോളും. അത് എടുക്കുമ്പോൾ നമ്മളത് കഴുകിയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങ ചിരകി എടുത്ത് ഒരു ബോട്ടിലാക്കി ഇതവണ ഉപ്പൊന്ന് വിതറിയതിന് ശേഷം വെച്ചിരുന്നാലും കുറേ നാൾ കേടാവാതിരുന്നോളും. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മാത്രം മതിയാവും. നമ്മൾ മീനോ ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഐസ് പോകാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് അങ്ങനെ ചെയ്താൽ മതി. പെട്ടെന്ന് ഐസൊക്കെ മാറി കിട്ടും. ഈ ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പുപൊടി അങ്ങ് വിതറി കൊടുത്താൽ മാത്രം മതിയാകും. പെട്ടെന്ന് ഐസ് കട്ടയൊക്കെ മാറി കിട്ടും.
നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലി, പാറ്റ, എട്ടുകാലി, പാമ്പ്, അതുപോലെ എലി ഇതിനെയൊക്കെ നമുക്ക് തുരുത്തി ഓടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കല്ലുപ്പും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കായത്തിൻ്റെ ഒരു കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. കായം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ചെടുത്തതാണ്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ ഫ്ലേവറൊക്കെ ശരിക്കും അതിൻ്റെ അകത്തോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ അരിപ്പ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് അരിച്ച് ചൂടാകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാൻ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയൊക്കെ ഈ തോടൊന്നും ഞാൻ കളയുന്നില്ല, അതുകൊണ്ടൊരു യൂസ് ഉണ്ട്. ഇതിവിടെ ഞാൻ തൂക്കിയിടുകയാണ്. നമുക്ക് ഒത്തിരി പല്ലിയുടെയൊക്കെ ശല്യം ഇവിടെ ഉണ്ടാവാറുണ്ട്. അന്നേരം ആ ശല്യം മാറി കിട്ടിക്കോളും. ഞാൻ ചൂടാറിയതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് പല്ലിയുടെ ശല്യം ഉള്ളിടത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. രാത്രിയിൽ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതവണം ഗ്യാസ് സ്റ്റോക്കിലും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒന്ന് തുടച്ചിട്ടാൽ മതി. ജനലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ജനലിൻ്റെ സൈഡിലൊക്കെ പല്ലിയുടെ ശല്യം ശരിക്കും ഉണ്ടാവാറുണ്ട്. നമ്മൾ രാത്രിയിലൊക്കെ ഇതിങ്ങനെ സ്പ്രേ തുടങ്ങിയ പിന്നെ അതിൻ്റെ ശല്യമൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ പുറത്ത് ഇതവണം പാമ്പിൻ്റെയും തവളയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അവിടെയും കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് അവയുടെ ശല്യം മാറിക്കിട്ടും. അവരെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഈ ഭാഗത്തു നിന്നൊക്കെ അവരെ ഒഴിവാക്കി നിർത്താൻ നമുക്ക് സാധിക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.